മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 13 മുതൽ 25 വരെയുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോ ജെറുസലേം ദേവാലയം കച്ചവടമാക്കിയവരെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കുന്നതാണ് നമ്മൾ കാണുന്നതും ധ്യാനിക്കുന്നതും. ഈശോനാഥൻ അവിടെ കൂടിയിരുന്നവരോട് പറയാണ്, എന്റെ പിതാവിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നുവെന്ന്. 24-ാമത്തെ തിരുവചനത്തില് ഈശോ വീണ്ടും പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, തന്റെ പിതാവിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. പിതാവിന്റെ ആലയം അത് പരിശുദ്ധമാണ് എന്നും ഈശോ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ, നമ്മളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയങ്ങളാണ് എങ്കിൽ ഈ ആലയം പരിശുദ്ധമായിട്ടാണോ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള, ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ശരീരമാണോ, ഒരു ജീവിതമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വസിക്കാൻ, ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ തക്ക വിധത്തിലുള്ള വിശുദ്ധി നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന വിശുദ്ധി നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. നമ്മുടെ വാക്കുകൾക്കൊരു വിശുദ്ധി ഉണ്ടാവണം, നമ്മുടെ പ്രവൃത്തികൾക്കൊരു വിശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ചിന്തകൾക്കൊരു വിശുദ്ധി ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും വിശുദ്ധി വിളങ്ങി നിൽക്കണം. വിശുദ്ധിയുള്ള ജീവിതങ്ങളിലെ ദൈവത്തിന് വസിക്കുവാനും ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ നമുക്ക് വളർത്തിയെടുക്കാം. ഒപ്പം ഈശോനാഥൻ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നു. 24-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശോ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കപടതയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അശുദ്ധിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? വക്രതയാർന്ന ഒരു ജീവിതമാണോ നമുക്കുള്ളത്? ഈശോ അറിയുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരനുഭവങ്ങളും ഈശോ അറിയുന്നുണ്ടെന്ന് കൂടെ ഈ തിരുവചനത്തിലൂടെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ. ഒപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികളെ ഈശോ അറിയുന്നുണ്ട്, നമ്മുടെ വേദനകളെ ഈശോ അറിയുന്നുണ്ട്. ആ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് നമ്മുടെ വേദനകളെയും നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ കണ്ണുനീരിനെയും ഇന്നത്തെ നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ദിവസത്തെ ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ. ജീവിത വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അധ്വാനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പ്രവർത്തനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പഠനങ്ങളിൽ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.